ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 14. അക്കാലത്ത് യേശു അരുൾ ചെയ്തു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുക്കിലേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ പിതാവിൻ്റെ അടുക്കലേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇത് നിങ്ങളോട് പറയുന്നു. നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുന്നില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വന്നിരിക്കുന്നു. എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല. എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകം അറിയണം. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ക്രിസ്തു നൽകുന്ന സമാധാനത്തിന്റെ ആത്മീയത ധ്യാനിക്കാം. ലോകം തരാത്ത സമാധാനം നമുക്ക് നൽകി ക്രിസ്തു പിതാവിന്റെ സന്നിധിയിലേക്ക് ആരോഹണം ചെയ്യുന്നു. ഈ ലോകത്തിന്റെ എല്ലാ ആശ്വാസങ്ങൾക്കും സന്തോഷങ്ങൾക്കും സമാധാനത്തിനും അതിർവരമ്പുകളുണ്ട്. അത് അല്പസമയം കഴിയുമ്പോൾ നമ്മെ അസ്വസ്ഥതയിലേക്കും അനാരോഗ്യകരമായ ബലഹീനതകളിലേക്ക് നയിക്കും. എന്നാൽ ക്രിസ്തു നമുക്ക് നൽകുന്ന സമാധാനം അത് നിത്യമായ ഒന്നാണ്. യേശു സമാധാനം നൽകുന്നത് ഹൃദയത്തിലാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട എന്ന് യേശു ആവർത്തിച്ച് പറയുന്നു. പിതാവിന്റെ സന്നിധിയിലേക്ക് യേശു പോകുന്നത് നമുക്ക് വേണ്ടിയാണ്, നമ്മോടുള്ള വാഗ്ദാനം പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ടാണ്. പിതാവിന്റെ സ്നേഹത്തിൽ ക്രിസ്തു നിലനിൽക്കുന്നത് പോലെ ക്രിസ്തു സ്നേഹത്തിൽ നാം നിലനിൽക്കേണ്ടതിനാണ് അവിടുന്ന് തന്റെ ദൗത്യം പൂർത്തീകരിക്കുന്നത്. യേശു ഇന്നത്തെ സുവിശേഷത്തിൽ ആവർത്തിച്ച് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഭയം നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നു, അസ്വസ്ഥതയിലേക്ക് നമ്മെ നയിക്കുന്നു, നമ്മെ അന്ധകാരത്തിന് അടിമയാക്കുന്നു, നമ്മുടെ ജീവിതത്തെ വലിയ പ്രതിസന്ധിയിലാക്കുന്നു. ക്രിസ്തുവാകുന്ന നിത്യപ്രകാശം കൂടെയുള്ളപ്പോൾ നാം എന്തിനാണ് ഭയപ്പെടുന്നത്? ലോകത്തിന് തരാൻ കഴിയാത്ത സ്വർഗീയമായ സമാധാനം നമുക്ക് നൽകുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയുടെ സാന്നിധ്യമാണ് ഏത് കൂരിരുട്ടിലും നമ്മെ മുന്നോട്ട് പോകുവാൻ ബലവും കൃപയും നൽകുന്നത്. യേശു പറയുന്നു, ലോകത്തിന് എൻ്റെ മേൽ യാതൊരു അധികാരമില്ല. അതെ, ലോകത്തിന്റെ എല്ലാ അധികാരത്തിനും അധീനനാണ് ക്രിസ്തു. അവിടുന്ന് ഈ ലോകത്തിൻ്റെതല്ല, സ്വർഗത്തിന് സ്വന്തമായതാണ്. നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. പിതാവ് തന്നെ ഏൽപ്പിച്ച മഹനീയമായ ദൗത്യമാണ് അവിടെ നിർവഹിച്ചത്. നാം സ്വർഗോമുന്നരാകുവാൻ ക്രിസ്തു സ്വർഗം വിട്ട് നമ്മുടെ ഇടയിൽ വസിച്ചു. അതെ, കൂടെ വസിക്കുന്ന ദൈവം, ഗാഡ് വിത്ത് us, അവൻ ഇമ്മാനുവലാണ്. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും അവിടുന്ന് ഉറപ്പായി കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പ് നൽകുന്നു. ഭൂമിയിൽ മറ്റാർക്കും നൽകാൻ കഴിയാത്ത ദൈവികമായ ഉറപ്പാണ് ക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നാം നിറയുകയും നയിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അത് ക്രിസ്തു നമ്മോടുള്ള സ്നേഹത്താൽ നൽകിയ കൃപയുടെ ബലമായി മാറുന്നു. ഇന്നത്തെ സുവിശേഷം ഓരോ ക്രൈസ്തവനും ആശ്വാസത്തിന്റെ തണലായി മാറുന്നുണ്ട്. ക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും മരണാനന്തരം ക്രിസ്തു തന്റെ ശിഷ്യന്മാർ എപ്രകാരം ആയിരിക്കണമെന്നും നയിക്കപ്പെടണമെന്നും ഓർപ്പെടുത്തുന്നുമുണ്ട്. ക്രിസ്തുവിന്റെ സമാധാനം
കൂടെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അതെന്താണ് എന്നും ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നു. വേദനകളോ ബുദ്ധിമുട്ടുകളോ സങ്കടങ്ങളോ കുരിശുകളോ ദുഃഖങ്ങളോ ഉണ്ടാവുകയില്ല എന്നല്ല, മറിച്ച് നിന്റെ ജീവിതത്തിലെ എല്ലാ സങ്കടകരമായ അനുഭവങ്ങളിലും വേദനയിലും രോഗങ്ങളിലും ബുദ്ധിമുട്ടുകളിലും നിന്റെ കൂടെ ഈ ദൈവം ഉണ്ടാകും എന്ന ഉറപ്പാണ്. ഇതാണ് സമാധാനം. പ്രിയ ദൈവമക്കളെ, യഥാർത്ഥ സമാധാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ യാതൊരു സങ്കടവുമില്ലാത്ത അനുഭവമല്ല, മറിച്ച് ഏതൊരു സങ്കടക്കടലിലും എൻ്റെ സൃഷ്ടാവും രക്ഷകനുമായ ദൈവം എന്നോട് കൂടെ ഉണ്ട് എന്ന ആശ്വാസത്തിന്റെ ബലമാണത്. ക്രിസ്തു നമുക്ക് നൽകുന്ന ഉറപ്പും അത് തന്നെയാണ്. എത്ര വലിയ സങ്കടക്കടലിലൂടെ നീ കടന്നു പോകേണ്ടി വന്നാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇതും നീ കടന്നു പോവുകയും ജീവിതത്തിൽ വിജയം വരിക്കുകയും ചെയ്യും. വലിയ പ്രതീക്ഷയും കൃപയും നമുക്ക് ക്രിസ്തു നൽകുന്നുണ്ട്. ക്രിസ്തു നൽകുന്ന സമാധാനത്തിന്റെ പൂർണ്ണതയിൽ ജീവിക്കുവാനും നമ്മെ കണ്ടെത്തുന്ന ഓരോ വ്യക്തിക്കും ആ സമാധാനം പകരാനും വേണ്ട ആത്മീയ ബലവും കൃപയും ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. സ്നേഹമാ ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ